എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഈ ബൈബിൾ പഠന പരമ്പരയിലേക്ക് ഹൃദ്യമായ സ്വാഗതം അരുളട്ടെ. ദൈവഹൃദയത്തിന് ദുഃഖമുണ്ടാക്കുന്നവ എന്തെല്ലാം? ഓൾ ദാറ്റ് മേക്സ് ഗാഡ് സാഡ്. ഈ വിഷയമാണ് നാം പഠിച്ചു വരുന്നത്. ഈ ക്ലാസ്സിൻ്റെ മൂന്നാമത്തെ ഭാഗത്തിലേക്കാണ് നാം ഇന്ന് വന്നിരിക്കുന്നത്. ഇന്നത്തെ വിഷയം ഭോഷ്ക് അഥവാ വ്യാജം എന്നതാണ്. ലൈസ് ഓർ ഫോൾസ്ഹുഡ്, ഇതിനെക്കുറിച്ചായിരിക്കും നാം ഇന്ന് പഠിക്കുവാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ കോപത്തെക്കുറിച്ചും അതിനുശേഷം മോഹദൃഷ്ടിയെക്കുറിച്ചും നാം പഠിക്കുകയുണ്ടായി. ഈ രണ്ട് കാര്യങ്ങളും ദൈവത്തിന് വളരെ ദുഃഖമുണ്ടാക്കുന്ന വിഷയങ്ങൾ തന്നെയാണ്. മാത്രമല്ല, അത് പഠിച്ചു വന്നപ്പോൾ ഈ രണ്ട് ദോഷങ്ങളും മനുഷ്യനെ നരകയോഗ്യനാക്കുന്നു എന്നും നാം പഠിക്കുകയുണ്ടായി. അത് വളരെ ഗൗരവമുള്ള വിഷയമാണെന്നാണ് അതിൻ്റെ അർത്ഥം. ഇന്നത്തെ വിഷയത്തിലേക്ക് വരാം. ലൈസ് അഥവാ വ്യാജം, ഭോഷ്ക് എന്ന് പറയുന്ന കാര്യങ്ങളിലേക്കാണ് നാം ഇന്ന് പഠിക്കാൻ പോകുന്നത്. ദൈവത്തിൻ്റെ വചനം നാം പഠിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ദൈവവചനം നമുക്ക് അറിയാതെ ഇരിക്കുമ്പോൾ, നമുക്കതിനെക്കുറിച്ച് അറിവില്ലാതെ ഇരിക്കുമ്പോൾ പല ദോഷങ്ങളിലേക്കും തിന്മകളിലേക്കും നാം വഴുതി വീണു പോകാൻ സാധ്യതയുണ്ട്. നമുക്ക് ക്ലാസ്സിലേക്ക് വരാം. പ്രാരംഭമായി ഒരു വചനം വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് വായിക്കാം. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 14-15 വാക്യങ്ങളിൽ വ്യാജം അഥവാ ഭോഷ്ക് എത്ര ഗൗരവമാണെന്ന് നമുക്ക് കാണാൻ കഴിയും. Revelation chapter 22 verse 14 and 15. ജീവൻ്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരം ഉണ്ടാകേണ്ടതിനും ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. നായ്ക്കളും ക്ഷുദ്രക്കാരും ദുർനടപ്പുകാരും കൊലപാതകന്മാരും ബിംബാരാധികളും ഭോഷ്കിൽ പ്രിയപ്പെടുകയും അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏവനും പുറത്തു തന്നെ. ഒരു നീണ്ട ലിസ്റ്റ് കൊടുത്തിട്ട് ഇവരൊക്കെയും ദൈവരാജ്യത്തിന് പുറത്തായിരിക്കും എന്ന് പറയുമ്പോൾ വ്യാജവും ഭോഷ്കും പ്രവർത്തിക്കുന്നവരും ദൈവരാജ്യത്തിന് വെളിയിലായിരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഇത് വളരെ ഗൗരവമായ ഒരു കാര്യമാണ്. ആകയാൽ ഈ വിഷയം നാം കാര്യമായിട്ട് എടുക്കുകയും എല്ലാത്തരം ഭോഷ്കും വ്യാജവും വളഞ്ഞ വഴികളും ദൈവമക്കളായ നാം നമ്മുടെ ജീവിതത്തിൽ നിന്നും മാറ്റിക്കളയുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. ദൈവം ഈ ദോഷത്തെ വല്ലാതെ വെറുക്കുന്നു. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, എല്ലാ ഭോഷ്ക് പറയുന്നവരും എല്ലാ നുണ പറയുന്നവരും ദൈവരാജ്യത്തിൽ അവർക്ക് പ്രവേശനമുണ്ടാകുന്നതല്ല എന്ന്. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകത്തിൽ നാം വായിക്കുകയുണ്ടായത്. നമുക്ക് ഇന്നത്തെ ഭാഗത്തിൻ്റെ പ്രധാന വചനത്തിലേക്ക് വരാം. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 33 മുതൽ 37 വരെ. മാത്യു ചാപ്റ്റർ 5 വേഴ്സസ് 33 to 37. കള്ളസത്യം ചെയ്യരുത് എന്നും സത്യം ചെയ്തത് കർത്താവിന് നിവർത്തിക്കണമെന്നും പൂർവന്മാരോട് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, അശേഷം സത്യം ചെയ്യരുത്. സ്വർഗത്തെക്കൊണ്ട് അരുത്, അത് ദൈവത്തിൻ്റെ സിംഹാസനം. 37-ാം വചനം. നിങ്ങളുടെ വാക്ക് ഉവ്വ് ഉവ്വ് എന്നും ഇല്ല ഇല്ല എന്നും ആയിരിക്കട്ടെ. ഇതിൽ അധികമായത് ദുഷ്ടനിൽ നിന്ന് വരുന്നു. ഈ വചനഭാഗത്ത് നാം വായിക്കുകയുണ്ടായ കാര്യം, ദൈവം ഭോഷ്ക് അഥവാ നുണയെ വെറുക്കുന്നു. എല്ലാത്തരം കള്ളവും വ്യാജവും ദൈവം വെറുക്കുന്നു. നമ്മൾക്ക് നമ്മുടെ ഇടയിൽ നോക്കിയാൽ സാധാരണ ആളുകളെല്ലാം എപ്പോഴും ധാരാളം നുണ പറയുന്നവരാണ്, വ്യാജം സംസാരിക്കുന്നവരാണ്. അവർ ചെറുപ്പം മുതലേ അത് പരിശീലിച്ചിരിക്കുന്നു. ഈ ലോകത്തിലെ മനുഷ്യർ മാത്രമല്ല, ക്രിസ്തീയ വിശ്വാസികൾ പോലും ഇന്ന് പലരും ഈ ഒരു ദോഷത്തെ കാര്യമായിട്ട് എടുക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്യുന്നില്ല. അത് നരകത്തിലേക്ക് പോകാൻ യോഗ്യമായ സ്വർഗരാജ്യത്തിന് വെളിയിലൊരുവനെ കൊണ്ടുചെന്നെത്തിക്കുന്ന ദോഷകരമായ തിന്മയാണെന്ന് പലപ്പോഴും ക്രിസ്തീയ വിശ്വാസികൾ ശരിയായിട്ടും മനസ്സിലാക്കിയിട്ടില്ല. ഇത് വളരെ ദോഷകരമായ ഒരു തിന്മയാണ്, ഒരു പാപമാണ് എന്ന് ഇന്ന് രാത്രി നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കർത്താവായ യേശു അതിനെക്കുറിച്ച് വളരെ ഭംഗിയായി, വളരെ ഘനമായി, ഗൗരവത്തോടെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. യേശുവിൻ്റെ പഠിപ്പിക്കലിലേക്ക് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഈ വ്യാജം അഥവാ നുണ, കള്ളം, ഭോഷ്ക്, ഈ കാര്യങ്ങളെല്ലാം ഒരു കുടുംബത്തിൽപ്പെട്ട പല പല തിന്മകളാണ്.
ഇതിൻ്റെ ഉറവിടം എന്താണെന്ന് കർത്താവായ യേശു ഒരിക്കൽ പറയുകയുണ്ടായി. നമുക്ക് ആ വചനം ശ്രദ്ധിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 44-ാം വചനം. ജോൺ ചാപ്റ്റർ 8 വേഴ്സ് 44. നിങ്ങൾ പിശാചെന്ന പിതാവിൻ്റെ മക്കൾ നിങ്ങളുടെ പിതാവിൻ്റെ മോഹങ്ങളെ ചെയ്യുവാനും ഇച്ഛിക്കുന്നു. അവൻ ആദ്യം മുതൽ കൊലപാതകൻ ആയിരുന്നു. അവനിൽ സത്യമില്ലായ്ക കൊണ്ട് സത്യത്തിൽ നിലനിൽക്കുന്നതും ഇല്ല. അവൻ ഭോഷ്ക് പറയുമ്പോൾ സ്വന്തത്തിൽ നിന്ന് എടുത്തു പറയുന്നു. അവൻ ഭോഷ്ക് പറയുന്നവനും അതിൻ്റെ അപ്പനും ആകുന്നു. വ്യക്തമാണല്ലോ, പിശാചാണ് എല്ലാ ഭോഷ്കിൻ്റെയും വ്യാജത്തിൻ്റെയും പിതാവ് എന്ന് ഇവിടെ വ്യക്തമായി കർത്താവായ യേശുക്രിസ്തു പ്രസ്താവിക്കുകയുണ്ടായി. അതുകൊണ്ട് നാം ആരെങ്കിലും നുണ പറയുന്നവരും വ്യാജവും ഭോഷ്കും പറയുന്നവരുമാണെങ്കിൽ നമ്മുടെ പിതാവ് സ്വർഗത്തിലെ ദൈവമല്ല, മറിച്ച് സാത്താനാണ് എന്ന് നാം ഉറപ്പായിട്ടും മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് എല്ലാ വ്യാജത്തിൻ്റെയും നുണയുടെയും ഉത്ഭവം ദൈവമല്ല, അത് പിശാചാണ്. പിശാചിൻ്റെ മക്കളാണ് വ്യാജം പറയുന്നത്, വ്യാജം പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പഴയ നിയമത്തിൽ മോശയുടെ കൽപ്പനകളിലും അതിനുശേഷം സങ്കീർത്തനങ്ങളിലുമൊക്കെയും ഈ വ്യാജത്തെക്കുറിച്ചും ഭോഷ്കിനെക്കുറിച്ചും വ്യക്തമായ കൽപ്പനകൾ ദൈവം നൽകിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ചില വചനങ്ങൾ പഴയ നിയമത്തിൽ നിന്ന് വായിച്ചു നോക്കാം. ആദ്യമായി ലേവ്യ പുസ്തകം 19-ാം അധ്യായം 11-12 വചനങ്ങൾ വായിക്കാം. ദ ബുക്ക് ഓഫ് ലെവിറ്റിക്കസ് ചാപ്റ്റർ 19 വേഴ്സസ് 11 and 12. മോഷ്ടിക്കരുത്, ചതിക്കരുത്, ഒരുത്തനോട് ഒരുത്തൻ ഭോഷ്ക് പറയരുത്. എൻ്റെ നാമത്തെക്കൊണ്ട് കള്ളസത്യം ചെയ്തിട്ട് നിൻ്റെ ദൈവത്തിൻ്റെ നാമത്തെ അശുദ്ധമാക്കരുത്. ഞാൻ യഹോവ ആകുന്നു. എത്ര വ്യക്തമായിട്ടാണ് പഴയ നിയമത്തിൽ യഹോവയായ ദൈവം ഇസ്രായേൽ ജനങ്ങൾക്ക് ഈ കൽപ്പന കൊടുത്തിരിക്കുന്നത് എന്ന് ശ്രദ്ധിക്കുക. ഭോഷ്ക് അഥവാ നുണ പറയരുത്. നിൻ്റെ എല്ലാ വചനങ്ങളും നീ പറയുന്നതൊക്കെയും സത്യമായിരിക്കണം എന്ന് ദൈവം ഇസ്രായേൽ ജനങ്ങളോട് അരുളി ചെയ്തിട്ടുണ്ട്. ഇനി സങ്കീർത്തനങ്ങൾ 101 അതിൻ്റെ 7-ാം വചനം. സാം 101 വേഴ്സ് 7. വഞ്ചന ചെയ്യുന്നവൻ എൻ്റെ വീട്ടിൽ വസിക്കുകയില്ല, ഭോഷ്ക് പറയുന്നവൻ എൻ്റെ മുൻപിൽ ഉറച്ചു നിൽക്കുകയുമില്ല. ദൈവം പഴയ നിയമകാലത്തും പുതിയ നിയമകാലത്തും ഇതേ നിലപാടാണ് നമ്മുടെ ദൈവത്തിനുള്ളത്. ദൈവം ഭോഷ്ക് വെറുക്കുന്നു. വ്യാജവും വളഞ്ഞ വഴികളും എല്ലാ അഭിനയവും കാപട്യവും കപടഭക്തിയും ഒക്കെയും ദൈവം വെറുക്കുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഇനി ഒരു വചനം കൂടെ വായിക്കാം. സദൃശവാക്യങ്ങൾ 12-ാം അധ്യായം അതിൻ്റെ 22-ാം വചനം. പ്രോവേർബ്സ് ചാപ്റ്റർ 12 വേഴ്സ് 22. വ്യാജമുള്ള അധരങ്ങൾ യഹോവയ്ക്ക് വെറുപ്പ്, സത്യം പ്രവർത്തിക്കുന്നവരോ അവന് പ്രസാദം. എല്ലാത്തരം വ്യാജവും ഭോഷ്കും ദൈവം വെറുക്കുന്നു. അത് ദൈവത്തിന് ദുഃഖവും സങ്കടവും ഉണ്ടാക്കുന്നു. വിശേഷാൽ ദൈവത്തിൻ്റെ മക്കളെന്ന് വിശ്വസിക്കുകയും അഭിമാനിക്കുകയും പ്രസ്താവിക്കുകയും ചെയ്യുന്ന ദൈവമക്കളായ ക്രിസ്ത്യാനികളായ നാം ഭോഷ്കും വ്യാജവും പ്രവർത്തിക്കുമ്പോൾ, സംസാരിക്കുമ്പോൾ അത് ദൈവത്തിന് എത്രമാത്രം ദുഃഖമുണ്ടാക്കുന്നു എന്ന് പ്രിയപ്പെട്ടവരെ ഇന്ന് രാത്രി ചിന്തിച്ചുകൊള്ളുക. അതെ, ദൈവം എല്ലാ ഭോഷ്കും നുണയും വെറുക്കുന്നു. വിശ്വാസികളും ദൈവദാസന്മാരും പാസ്റ്റർമാരും സന്യാസിമാരും പുരോഹിതന്മാരും ഒക്കെയും പല തരത്തിലുള്ള വ്യാജവും ഭോഷ്കും പറയുന്നവരാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരിക്കൽ കുറേ കുട്ടികൾ റോഡിൽ ഒരു പട്ടിക്കുട്ടിയെയും പിടിച്ചുകൊണ്ട് കളിക്കുന്ന ഒരു സമയമായിരുന്നു. പെട്ടെന്ന് ഒരു പുരോഹിതൻ അഥവാ ഒരു സന്യാസിയാകട്ടെ, ഒരു ഭക്തനായ മനുഷ്യൻ ആ വഴി വന്നു. നല്ല വേഷമൊക്കെ ഇട്ട് കണ്ടാൽ മനസ്സിലാകും അദ്ദേഹം ഒരു സന്യാസിയാണ്, ഒരു പുരോഹിതനാണെന്ന് മനസ്സിലാകും. ഈ കുട്ടികൾ ഒരു പട്ടിക്കുട്ടിയെയും പിടിച്ചുകൊണ്ട് വഴക്കുണ്ടാക്കിക്കൊണ്ട് നിൽക്കുകയാണ്. പെട്ടെന്ന് ഇദ്ദേഹം വന്ന് ചോദിച്ചു, അയ്യോ കുഞ്ഞുങ്ങളെ, നിങ്ങളെന്താ ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത്? അപ്പോൾ അതിൻ്റെ നേതാവ് പറഞ്ഞു, ഞങ്ങൾക്കൊരു പട്ടിക്കുട്ടിയെ കിട്ടി, ഞങ്ങൾ 10 പേരുണ്ട്, എല്ലാവർക്കും ഇതിനെ വേണം, അതുകൊണ്ട് ഞങ്ങളൊരു നിയമം ഉണ്ടാക്കി, ഏറ്റവും വലിയ വ്യാജം അഥവാ കള്ളം പറയുന്നവർക്ക് ഈ പട്ടിക്കുട്ടിയെ കൊടുക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സന്യാസി പറഞ്ഞു, അയ്യോ കുഞ്ഞുങ്ങളെ, നിങ്ങൾ എന്തായി പറയുന്നത്? നിങ്ങളുടെ പ്രായത്തിൽ ഞാനൊരൊറ്റ കള്ളം പോലും പറയുമായിരുന്നില്ലല്ലോ. അപ്പോൾ പെട്ടെന്ന് ആ കുട്ടികളെല്ലാം കൂടെ നേതാവിനോട് പറഞ്ഞു, വേഗം പട്ടിക്കുട്ടിയെ ആ സന്യാസിക്ക് കൊടുക്ക് എന്ന് പറഞ്ഞു. കാരണം കുട്ടികൾക്ക് മനസ്സിലായി ഇദ്ദേഹം പറഞ്ഞതാണ് ഏറ്റവും വലിയ നുണ. ഞാൻ എൻ്റെ ജീവിതത്തിൽ നുണയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞതാണ് ഏറ്റവും വലിയ നുണ. നാം ഒക്കെയും അറിഞ്ഞും അറിയാതെയും പല വ്യാജങ്ങളും ഭോഷ്കും ഒക്കെ പറഞ്ഞിട്ടുണ്ട്, പറയുന്നവരാണ്. എന്നാൽ ഈ കാലങ്ങളിൽ അതിനെ നാം
നമ്മുടെ പടിക്ക് പുറത്ത് കടത്തുകയും ഇനിമേലാൽ ഒരു വ്യാജവും ഭോഷ്കവും നമ്മുടെ ജീവിതത്തിൽ സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യാത്ത അളവിലേക്ക് നാം വളർന്നു വരികയും വേണം എന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നമ്മുടെ ജീവിതത്തെ നമുക്ക് പരിശോധിക്കാം. ഇനി കർത്താവായ യേശുവിൻ്റെ ജീവിതത്തിലേക്ക് നമുക്കൊരു നിമിഷം നോക്കാം. യേശു പറഞ്ഞത് എന്താണ്? യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 6-ാം വചനം നോക്കാം. ജോൺ 14:6. യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. വളരെ നമുക്ക് പരിചയമുള്ള ഒരു വചനമാണ്. യേശു പറഞ്ഞു, ഞാനാണ് സത്യം. ഐ ആം ട്രൂത്ത് പെർസോണിഫൈഡ്. ഞാൻ സത്യം ഒരു മനുഷ്യനായി അവതരിച്ചു വന്നതാണ് എന്നാണ് യേശു പറഞ്ഞതിൻ്റെ സാരം. യേശുവിൻ്റെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ ഒരു വ്യാജവും ഭോഷ്കും കള്ളവും നുണയും അഭിനയവും ഉണ്ടായിരുന്നില്ല. യേശു എപ്പോഴും സത്യം 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 തന്നെ ആയിരുന്നു എന്ന് നമുക്ക് ഉറപ്പിക്കാം. അതുകൊണ്ട് യേശുവിനെ അനുഗമിക്കുന്ന യേശുവിൻ്റെ ശിഷ്യരായ വിശ്വാസികളായ നാം ഒക്കെയും അത് യേശുവിൽ നിന്ന് പഠിക്കുകയും നമ്മുടെ ജീവിതത്തിലും എല്ലായ്പ്പോഴും എല്ലാം നാം സത്യം തന്നെ പ്രവർത്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നവരാകണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഇനി യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 31-ഉം 32-ഉം വചനങ്ങൾ നോക്കാം. ജോൺ 8:31-32. തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു, എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രന്മാരാക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. ഇവിടെയും യേശു പറയുന്നത്, നിങ്ങൾ സത്യം അറിയും, നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിന്നാൽ നിങ്ങൾ സത്യം അറിയും, നിങ്ങൾ അങ്ങനെ സ്വതന്ത്രരായി തീരും. അങ്ങനെയാണ് നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകുന്നത് എന്ന് യേശു പറഞ്ഞു. നമുക്കെയും യേശുവിൻ്റെ ശിഷ്യന്മാർ എന്ന് ചിന്തിക്കുന്നവരാണ്, അത് സത്യവുമാണ്. എന്നാൽ നമ്മിൽ തികഞ്ഞ സത്യസന്ധത ഉണ്ടോ എന്ന് നമ്മുടെ ജീവിതങ്ങളെ ഇപ്പോൾ പരിശോധിക്കാം. യേശു പറഞ്ഞത് ഞാനാണ് സത്യം എന്നാണ്. ഒരു വചനം കൂടെ യേശു പറഞ്ഞത് വായിക്കാം. അതും വളരെ നിർണായകമായ വചനമാണ്. യോഹന്നാൻ 18-ാം അധ്യായം 37-ാം വചനം. ജോൺ ചാപ്റ്റർ 18:37. പീലാത്തോസ് അവനോട്, എന്നാൽ നീ രാജാവ് തന്നെ അല്ലോ എന്ന് പറഞ്ഞപ്പോൾ യേശു, നീ പറഞ്ഞതുപോലെ ഞാൻ രാജാവ് തന്നെ. സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിന് ഞാൻ ജനിച്ചു, അതിനായി ലോകത്തിൽ വന്നുമിരിക്കുന്നു. സത്യതൽപരനായവൻ എല്ലാം എൻ്റെ വാക്ക് കേൾക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇത് ശ്രദ്ധിക്കുക. യേശു പറഞ്ഞു, ഞാൻ സത്യത്തിന് സാക്ഷിയാകേണ്ടതിനാണ് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. സത്യത്തിന് താല്പര്യമുള്ളവരൊക്കെയും എൻ്റെ അടുത്തേക്ക് വരുന്നു. നാം യേശുവിൻ്റെ അടുത്ത് വന്നത് അതിനുവേണ്ടിയാണ് എന്ന് ഓർക്കാം. ക്രിസ്തുവിൻ്റെ കൂടെ ജീവിച്ച്, യേശുവിൽ വിശ്വസിച്ച്, യേശുവിനോടൊപ്പം ജീവിച്ച്, യേശുവിൻ്റെ സാക്ഷികളായി ശിഷ്യന്മാരായി സത്യത്തിൽ ജീവിക്കുവാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. അതിന് വിപരീതമായ കാര്യങ്ങളെ പുറത്തു കളയാം, അതിനെ തള്ളിപ്പറയാം, തള്ളിക്കളയാം. ചില വചനങ്ങൾ കൂടെ ഇത് സംബന്ധിച്ച് വായിക്കാം. യേശുവിനെക്കുറിച്ച് വീണ്ടും പത്രോസ് അപ്പോസ്തലൻ എഴുതുമ്പോൾ 1 പത്രോസ് 2-ാം അധ്യായം 21-ഉം 22-ഉം വചനങ്ങൾ നോക്കാം. 1 Peter chapter 2:21-22. അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്, ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ച് നിങ്ങൾ അവൻ്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു. എന്താണ് ആ മാതൃക? അവൻ പാപം ചെയ്തിട്ടില്ല, അവൻ്റെ വായിൽ വഞ്ചന ഒന്നും ഉണ്ടായിരുന്നില്ല. There was no guile, there was no lie in his mouth. യേശുവിനെക്കുറിച്ച് പറയുന്നത് അവൻ്റെ വായിൽ, അവൻ്റെ ഹൃദയത്തിൽ ഒരു ഭോഷ്കും വഞ്ചനയും വളഞ്ഞ വഴിയും അസത്യവും ഉണ്ടായിരുന്നില്ല. അവിടുന്ന് സത്യമായിരുന്നു. യേശുവിനെ അനുഗമിക്കുന്ന ദൈവമക്കളായ നാമും ഇതേ അളവിൽ ജീവിക്കണമെന്നാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. തൻ്റെ പുത്രനായ ക്രിസ്തു എങ്ങനെ സത്യമുള്ളവനായി ജീവിച്ചോ, സത്യമായി ജീവിച്ചോ, ഒരു വഞ്ചനയും വളപ്പും ഇല്ലാതെ, വഞ്ചനയില്ലാതെ, വ്യാജമില്ലാതെ എങ്ങനെ യേശു ജീവിച്ചോ, അവണ്ണം ജീവിക്കുവാൻ നമ്മെയും ദൈവം ആഹ്വാനം ചെയ്യുകയാണ്. മറ്റൊരു വചനം കൂടെ വായിക്കാം. ഇതേ കാര്യവും ഇത് യേശുവിനെ അനുഗമിക്കുന്ന ക്രിസ്തുവിൻ്റെ കാന്തയെക്കുറിച്ച്, മണവാട്ടിയെക്കുറിച്ചാണ് പറയുന്നത്. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം 1-ഉം 5-ഉം വചനങ്ങൾ നോക്കാം. റെവലേഷൻ ചാപ്റ്റർ 14:1-5. പിന്നെ ഞാൻ സിയോൻ മലയിൽ കുഞ്ഞാടും അവനോടുകൂടെ നെറ്റിയിൽ അവൻ്റെ നാമവും പിതാവിൻ്റെ നാമവും എഴുതിയിരിക്കുന്ന 144,000 പേരും നിൽക്കുന്നത് കണ്ടു.
ഭോഷ്ക് അവരുടെ വായിൽ ഉണ്ടായിരുന്നില്ല, അവർ കളങ്കമില്ലാത്തവർ തന്നെ. There was no lie found in their mouth, they are without blemish. ഇത് ക്രിസ്തുവിൻ്റെ മണവാട്ടിയെക്കുറിച്ച്, കാന്തയെക്കുറിച്ച്, ക്രിസ്തുവിൻ്റെ സഭയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. കുഞ്ഞാടിനോടൊപ്പം നിൽക്കുകയും കുഞ്ഞാടിനെ അനുഗമിക്കുകയും ചെയ്യുന്ന പിതാവിൻ്റെ നാമം നെറ്റിയിലുള്ള ഈ കൂട്ടർ, അത് ക്രിസ്തുവിൻ്റെ കാന്തയായ മണവാട്ടി ആണെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയും. അവരെക്കുറിച്ച് പറയുന്നതാണ്, അവരുടെ വായിൽ ഒരു തരത്തിലുള്ള വ്യാജവും ഭോഷ്കും ഉണ്ടായിരുന്നില്ല. അവരുടെ ജീവിതം തന്നെ നിർമ്മലമായ നേരെയുള്ള ജീവിതമായിരുന്നു. ഇന്ന് രാത്രി ഈ വചനങ്ങളെ കേൾക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ വെല്ലുവിളിക്കുന്നു. ഇങ്ങനെയുള്ള സത്യസന്ധമായ നേരെ പോകുന്ന ഒരു ജീവിതത്തിലേക്ക് നമുക്ക് വരാൻ കഴിയില്ലയോ? ദൈവം നമ്മെ അതിനായിട്ട് ആഹ്വാനം ചെയ്യുന്നു. ഇനിയും എല്ലായ്പ്പോഴും നാം സത്യസന്ധരായിരിക്കണം എന്ന് കർത്താവായ യേശു നമ്മെ പഠിപ്പിച്ചു. മത്തായി എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 34, 35, 36 വചനങ്ങൾ വായിക്കാം. മാത്യു ചാപ്റ്റർ 12 വേഴ്സസ് 34-36. സർപ്പസന്തതികളെ, നിങ്ങൾ ദുഷ്ടരായിരിക്കെ നല്ലത് സംസാരിപ്പാൻ എങ്ങനെ കഴിയും? ഹൃദയം നിറഞ്ഞ് കവിയുന്നതിൽ നിന്നല്ലോ വായ സംസാരിക്കുന്നത്. നല്ല മനുഷ്യൻ തൻ്റെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു. ദുഷ്ടമനുഷ്യൻ ദുർനിക്ഷേപത്തിൽ നിന്ന് തീയത് പുറപ്പെടുവിക്കുന്നു. എന്നാൽ മനുഷ്യൻ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഹൃദയത്തിൽ നല്ല കാര്യങ്ങളാണ് ഉള്ളതെങ്കിൽ വായ് സംസാരിക്കുന്നതും നല്ലതായിരിക്കും. ഹൃദയത്തിൽ ഭോഷ്കും വ്യാജവും വളഞ്ഞ വഴികളും കാപട്യവും ഉണ്ടെങ്കിൽ വായ് സംസാരിക്കുന്നതിലും എല്ലായ്പ്പോഴും വ്യാജവും ഭോഷ്കും അസത്യവും ഉണ്ടായിരിക്കും. എന്നാൽ നമ്മുടെ വാക്കുകൾക്കും ചിന്തകൾക്കും നാം കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ് എന്നും കർത്താവായ യേശു നമ്മെ ഇവിടെ ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ്. നാം നമ്മുടെ വാക്കുകളെക്കുറിച്ച് അക്കൗണ്ടബിളാണ്, കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ്. അതെ, ഒരു വചനം കൂടെ എഫേസ്യർ 6-ാം അധ്യായം 14-ാം വാക്യം നമുക്ക് നോക്കാം. എഫീഷ്യൻസ് 6 വേഴ്സ് 14. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടി പിന്നെ നീതി എന്ന കവചം ധരിച്ചും നിങ്ങൾ പോരാട്ടത്തിൽ മുമ്പോട്ട് പോകുവീൻ എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടുക. സത്യത്തെ ഒരു ബെൽറ്റിനോട് ഉപമിച്ചാണ് ഇവിടെ ദൈവദാസനായ പൗലോസ് പറയുന്നത്. ഒരു പടയാളി, ഒരു സോൾജിയർ, അവൻ യുദ്ധത്തിന് പോകുമ്പോൾ അവൻ്റെ പാൻറ്റും അതിനകത്ത് അത് താഴോട്ട് ഊരിപ്പോകാതെ വണ്ണം നല്ല ഒരു ബെൽറ്റ് ഇട്ട് കെട്ടി മുറുക്കിയാണ് അവൻ പോകുന്നത്. എന്നാൽ അവൻ്റെ ബെൽറ്റ് പൊട്ടിപ്പോവുകയോ ബെൽറ്റ് ഇല്ലാതിരിക്കുകയോ ചെയ്താൽ അവൻ്റെ വസ്ത്രം താഴേക്ക് വീഴുകയും അവൻ ലജ്ജിതനായി തീരുകയും അവന് യുദ്ധം ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലായിത്തീരും. സഹോദരി സഹോദരന്മാരെ, ഈ സത്യമാകുന്ന ബെൽറ്റ് നിങ്ങളുടെ അരയിലുണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ ഈ ബെൽറ്റ് ഇല്ലാതെ ഇരുന്നാൽ, സത്യമില്ലാതെ ഇരുന്നാൽ നിങ്ങൾ ലജ്ജിതരാകാൻ സാധ്യതയുണ്ട്. മനുഷ്യരുടെ മുമ്പിലും ദൈവത്തിൻ്റെ മുമ്പിലും നിങ്ങൾക്ക് വലിയ ലജ്ജ അഥവാ അപമാനം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒന്ന് നോക്കുക, ഈ ബെൽറ്റ് നിങ്ങളുടെ അരയിലുണ്ടോ? നിങ്ങളുടെ വസ്ത്രം നല്ലതായിട്ട് അത് ബെൽറ്റ് കെട്ടി ഉറപ്പിച്ചിട്ടുണ്ടോ? ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ ബെൽറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾ ലജ്ജിതരായി തീരാൻ സാധ്യതയുണ്ട്. ആകയാൽ പ്രിയപ്പെട്ടവരെ, സത്യം അരയ്ക്ക് കെട്ടിക്കൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാം. സത്യമില്ലാതെ ഇരുന്നാൽ നമ്മുടെ ജീവിതം ദൈവത്തിന് ദുഃഖമുണ്ടാക്കുന്ന ഒരു കാര്യമായി ഭവിക്കും. ഒരു ദൃഷ്ടാന്തം കൂടെ പറയാം. ഒരിക്കൽ ഒരു കർഷകൻ, അയാൾക്ക് വീട്ടിൽ പശുവും ഒക്കെയുണ്ട്. അങ്ങനെ പശുക്കറവയുണ്ട്, പാൽ വിൽക്കുന്നുണ്ട്, കൂടാതെ തൈരും അതുപോലെ നെയ്യും ഒക്കെ അയാൾ വിൽക്കും. ഒരിക്കൽ ഈ കർഷകൻ 1 കിലോ നെയ്യ് തൂക്കിക്കൊണ്ടുപോയി അടുത്തുള്ള അയാൾ പോയി സാധാരണ സാധനം വാങ്ങുന്ന ബേക്കറിയിൽ കൊണ്ട് കൊടുത്തു. അവിടെ കൊടുക്കുമ്പോൾ അതിനുള്ള പണം അയാൾക്ക് കൊടുക്കും. അയാൾ പറഞ്ഞു, ഇതാ 1 കിലോ നെയ്യുണ്ട് എന്ന് പറഞ്ഞ് അവിടെ ഏൽപ്പിച്ചു. ബേക്കറിക്കാരൻ അത് തൂക്കി നോക്കിയിട്ട് പറഞ്ഞു, ഇല്ല സ്നേഹിത, ഇത് 800 ഗ്രാമേ ഉള്ളൂ, നിങ്ങൾ പറഞ്ഞ അത്ര ഇല്ല എന്ന് പറഞ്ഞു. ഉടനെ കർഷകൻ പറഞ്ഞത് കേട്ടോ. അയാൾ പറഞ്ഞു, താങ്കൾ ഇന്നലെ വൈകിട്ട് എനിക്ക് തന്ന 1 കിലോയുടെ കേക്ക് ഞാൻ വീട്ടിൽ കൊണ്ട് വെച്ചിരുന്നു. ഇത് തൂക്കാനുള്ള കട്ടി കാണാഞ്ഞതുകൊണ്ട് ഞാൻ ആ 1 കിലോ കേക്ക് വെച്ചാണ് തൂക്കിയത്. അതുകൊണ്ട് നിശ്ചയമായിട്ടും അത് 1 കിലോ കാണും, കാരണം നിങ്ങൾ 1 കിലോ ആണല്ലോ എനിക്ക് തന്നത്. നോക്കുക, ആ ബേക്കറിക്കാരന് ഉണ്ടായ അപമാനം എന്തുമാത്രമാണ്. അയാളുടെ വ്യാജം, അയാളുടെ കള്ളം അവിടെ തെളിയിക്കപ്പെട്ടു. അയാൾ 1 കിലോ ഉണ്ടെന്ന് പറഞ്ഞ് 800 ഗ്രാമുള്ള കേക്കാണ് ഇയാൾക്ക് കൊടുത്തയച്ചത്.
മനുഷ്യരും ദൈവവും നമ്മുടെ ജീവിതങ്ങളെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. നാം സത്യമില്ലാത്തവരാണെങ്കിൽ ഒരു ദിവസം നമ്മുടെ വ്യാജവും അസത്യവും ഒക്കെയും വെളിപ്പെട്ട് വരും, നാം ലജ്ജിതരായിത്തീരും എന്ന് ഓർത്തുകൊള്ളുക. നാം അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ വായിക്കുമ്പോൾ 5-ാം അധ്യായത്തിൽ ഒരു ഭാര്യയും ഭർത്താവും അവർക്ക് വലിയ ശിക്ഷാവിധിയുണ്ടായി, അവരുടെ ജീവൻ പോകേണ്ടി വന്നു. 2 പേർക്കും കിട്ടിയ വളരെ വേഗം അവർക്ക് പണിഷ്മെൻറ്റില്ല അഥവാ ശിക്ഷാവിധി ഉണ്ടായി. അവർ 2 പേരും ഭോഷ്കിൽ പ്രിയപ്പെട്ടവരായിരുന്നു. പരിശുദ്ധാത്മാവിനോട് നീ എന്തുകൊണ്ട് വ്യാജം കാണിച്ചു എന്നാണ് പത്രോസ് അപ്പോസ്തലൻ അവരോട് ചോദിക്കുന്നത്. അനന്യാസും സഫീരയും നിലത്ത് വീണ് അവരുടെ ജീവൻ അവർക്ക് നഷ്ടമായി. കാരണം അവർ പരിശുദ്ധാത്മാവിനോട്, ദൈവദാസനോട് വ്യാജമാണ് പറഞ്ഞത്. നിലത്തിൻ്റെ വിലയിൽ കുറേ എടുത്തു വെച്ച് ഇത് മുഴുവനും ഉണ്ട് എന്ന് ഉള്ള തെറ്റായ ധാരണ കൊടുക്കുകയാണ് അവർ ചെയ്തത്. അവർക്ക് അതിനുള്ള ശിക്ഷാവിധി കിട്ടി. എന്നാൽ ഈ കാലത്ത് ദൈവം പെട്ടെന്ന് ആളുകളെ ആ രീതിയിൽ ശിക്ഷിക്കുന്നില്ല. അതുകൊണ്ടാണ് ആളുകൾ ദോഷം ചെയ്യാനും വ്യാജം പറയാനും മനസ്സ് വയ്ക്കുന്നത്. ഇതൊക്കെയും ഗൗരവമായ കാര്യങ്ങളാണ്. നമുക്ക് ബൈബിളിലേക്ക് നോക്കാം. തിരുവെഴുത്ത് ഭോഷ്ക് പറയുന്നതിനെ അഥവാ വ്യാജം പ്രവർത്തിക്കുന്നതിനെ വളരെ വളരെ ശക്തമായി അതിനെ വിലക്കിയിട്ടുണ്ട്. ദ ബൈബിൾ ഫോർബിഡ്സ് ഓൾ സോർട്ട്സ് ഓഫ് ലൈസ്. നമുക്ക് ചില വചനങ്ങൾ മാത്രം നോക്കാം. എഫേസ്യർ 4-ാം അധ്യായം 25-ാം വചനം. അവിടെ എല്ലാത്തരം ഭോഷ്കും വ്യാജവും നിങ്ങൾ ഉപേക്ഷിക്കുവാൻ പറയുന്നു. എഫീഷ്യൻസ് ചാപ്റ്റർ 4:25. ആകയാൽ ഭോഷ്ക് ഉപേക്ഷിച്ച് ഓരോരുത്തൻ താൻ്റെ കൂട്ടുകാരനോട് സത്യം സംസാരിപ്പീൻ, നാം തമ്മിൽ അവയവങ്ങളല്ലോ. അതൊരു അഭിപ്രായമല്ല, ഒരു സജഷനല്ല, അതൊരു കൽപ്പനയാണ്. ചെയ്താൽ കൊള്ളാം എന്നല്ല, നിങ്ങൾ ഇത് ചെയ്യണം. നിങ്ങൾ ഭോഷ്ക് ഉപേക്ഷിച്ച് കളയണം, കൂട്ടുകാരനോട് സത്യം സംസാരിക്കണം. ഇതിൽ യാതൊരു സന്ദേഹവുമില്ല, അവ്യക്തതയില്ല. ഈ വചനം വളരെ ക്ലിയറാണ്, നമ്മോടുള്ള കൽപ്പനയാണ്. ആകയാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതങ്ങളെ പരിശോധിക്കുക, സത്യത്തിൽ ജീവിക്കുവാൻ എല്ലാ ഭോഷ്കും വളഞ്ഞ വഴിയും ഉപേക്ഷിക്കുക. അതിനെത്ര നഷ്ടം വന്നാലും നിങ്ങൾ സത്യത്തിൽ നിൽക്കണം. ഇല്ലെങ്കിൽ ദൈവരാജ്യത്തിൽ നിന്ന് നിങ്ങൾ പുറന്തള്ളപ്പെടും എന്നാണ് വേദപുസ്തകം വ്യക്തമായി നമ്മോട് സംസാരിക്കുന്നത്. വീണ്ടും കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 9-ാം വചനം നോക്കുക. 9-ഉം 10-ഉം വചനങ്ങൾ. കൊലോഷ്യൻസ് ചാപ്റ്റർ 3:9-10. അന്യോന്യം ഭോഷ്ക് പറയരുത്. നിങ്ങൾ പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞ് തന്നെ സൃഷ്ടിച്ചവൻ്റെ പ്രതിമപ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. ഭോഷ്ക് പറയരുത്, അതൊരു കൽപ്പനയാണ്. അതുകൊണ്ട് ദൈവമക്കളുടെ ജീവിതത്തിൽ ഒരു തരത്തിലുള്ള വ്യാജവും ഭോഷ്കും നുണയും കള്ളവും അഭിനയവും വളഞ്ഞ വഴിയും ഉണ്ടാകാൻ പാടില്ല. എല്ലാം ഹിന്ദിയിൽ പറയുന്ന പോലെ സീതാ സാദാ, സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരിക്കണം. ഇനിയും യെരമ്യാവിൻ്റെ പുസ്തകം നോക്കാം. യെരമ്യാവിൻ്റെ പുസ്തകം 9-ാം അധ്യായം 5, 6, 8 വചനങ്ങൾ നോക്കാം. ജെറമയ ചാപ്റ്റർ 9:5, 6 and 8. അവർ ഓരോരുത്തരും താൻ്റെ കൂട്ടുകാരനെ ചതിക്കും, സത്യം സംസാരിക്കയില്ല. വ്യാജം സംസാരിപ്പാൻ അവർ നാവിനെ അഭ്യസിപ്പിച്ചിരിക്കുന്നു, നീതികേട് പ്രവർത്തിപ്പാൻ അവർ അധ്വാനിക്കുന്നു. നിൻ്റെ വാസം വഞ്ചനയുടെ നടുവിലാകുന്നു, വഞ്ചന നിമിത്തം അവർ എന്നെ അറിവാൻ നിരസിക്കുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. അവരുടെ നാവ് മരണകരമായ അസ്ത്രമാകുന്നു, അത് വഞ്ചന സംസാരിക്കുന്നു. വായ് കൊണ്ട് ഓരോരുത്തനും താൻ്റെ കൂട്ടുകാരനോട് സമാധാനം സംസാരിക്കുന്നു, ഉള്ളുകൊണ്ടോ അവനായി പതിയിരിക്കുന്നു. വ്യക്തമായി മനസ്സിലായല്ലോ. ഈ ഇസ്രായേൽ ജനം അവർ വ്യാജവും ഭോഷ്കും പറയുന്നതിൽ വളരെ വിദഗ്ധന്മാരായിരുന്നു. അത് സത്യമെന്ന രീതിയിൽ അവതരിപ്പിച്ചുകൊണ്ട് അവർ കള്ളം പറയുന്നവരായിരുന്നു. ആകയാൽ നമ്മുടെ ജീവിതങ്ങളെ പരിശോധിക്കാം. നമുക്ക് ഒരു ഒഴികഴിവും പറഞ്ഞ് അത് ഞാനൊരു ചെറിയ ഒരു കള്ളമാണ് പറഞ്ഞത് എന്നൊന്നും നമുക്ക് പറഞ്ഞ് അവിടെ രക്ഷപ്പെടുവാൻ ദൈവം നമ്മെ അനുവദിക്കുന്നില്ല. കാരണം എല്ലാത്തരം ഭോഷ്കും വ്യാജവും വളപ്പും ദൈവത്തിന് ദുഃഖമുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ദൈവം നമ്മിൽ നിന്ന് തികഞ്ഞ സത്യസന്ധത പ്രതീക്ഷിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇതൊരു വലിയ കുടുംബമാണ്. വ്യാജവും ഭോഷ്കും എന്ന് പറയുന്നത് ആ കുടുംബത്തിൽ അനേകം അംഗങ്ങളുണ്ട്. ഞാൻ ചിലരുടെ പേര് പറയാം. എല്ലാത്തരം വ്യാജവും ഭോഷ്കും കള്ളവും നുണയും അത് സംസാരിക്കുന്ന കാര്യങ്ങളാണ്. പിന്നീട് പ്രിറ്റൻസ്, അഭിനയം,
കപടഭക്തി, ഹിപ്പോക്രസി. പിന്നെ 2 സ്റ്റാൻഡേർഡ്. ഒരാളോട് ഒരു കാര്യം പറയുന്നു എന്നിട്ട് മറ്റൊന്ന് ഇങ്ങനെ ചെയ്യുന്നു. അല്ലെങ്കിൽ സഭയിൽ ഇങ്ങനെ പ്രസംഗിക്കുന്നു, വീട്ടിൽ മറ്റൊന്ന് പ്രവർത്തിക്കുന്നു. ഇതൊക്കെ ഭോഷ്കാണ്, ഇത് വളഞ്ഞ വഴികളാണ്, അസത്യമാണ്. ഡിപ്ലോമസി. രാഷ്ട്രീയക്കാരും രാജ്യതന്ത്രജ്ഞന്മാരും ഒക്കെ ഡിപ്ലോമസി ഉപയോഗിക്കാറുണ്ട്. അതൊരു വലിയ കാര്യമായിട്ടാണ് ആളുകൾ കരുതുന്നത്. എന്നാൽ ഇങ്ങനെയുള്ള ഡിപ്ലോമസി അത് വാസ്തവത്തിൽ അത് സത്യമല്ലാത്തൊരു കാര്യമാണ്. സത്യമാണെന്ന് തോന്നിക്കുന്നത് പോലെ വ്യാജം പ്രവർത്തിക്കുന്നതാണ്. അതിനെ ഡിപ്ലോമസി എന്ന് വിളിക്കാൻ കഴിയും. തെറ്റായ ധാരണ കൊടുക്കുന്നു. തങ്ങൾ ആത്മീയരല്ലാതിരിക്കെ ആത്മീയരാകുന്നു എന്നുള്ള ധാരണ ജനങ്ങൾക്ക് കൊടുക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം ദൈവം വെറുക്കുന്ന കാര്യമാണ്. എല്ലാത്തരം തന്ത്രങ്ങളും കൗശലങ്ങളും അഭിനയിക്കുന്നതും ഒക്കെയും ദൈവമക്കൾക്ക് ദൈവം അറപ്പായിട്ട് വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. ഞാൻ ഇവിടെ എൻ്റെ വചനങ്ങളെ അവസാനിപ്പിക്കട്ടെ. നാം ഇന്ന് ചിന്തിച്ചത് എല്ലാത്തരം വ്യാജവും ഭോഷ്കും നുണയും ദൈവം വെറുക്കുന്നു. ദൈവത്തിൻ്റെ ഹൃദയത്തിന് നാം അത് ചെയ്താൽ ദുഃഖം ഉണ്ടാക്കുന്നു എന്ന് മനസ്സിലാക്കണം. ഒടുവിലായി ഒരു നിശ്ചയത്തോടെ, ഒരു തീരുമാനത്തോടെ നമുക്ക് ഇന്ന് മടങ്ങിപ്പോകാം. സത്യം സംസാരിക്കുവാനായിട്ട് എല്ലാത്തരം ഭോഷ്കും വ്യാജവും ഉപേക്ഷിച്ച് അതിൻ്റെ ലാഭവും ആദായവും എനിക്ക് വേണ്ട, ഞാൻ സത്യത്തിൽ നിന്നുകൊള്ളാം, എത്ര നഷ്ടം വന്നാലും ഞാൻ സത്യത്തിനായിട്ട് നിൽക്കും എന്ന് ഇന്ന് രാത്രി തീരുമാനിച്ചു കൊള്ളുക. 119 സങ്കീർത്തനം 128 വചനം നോക്കാം. Psalm 119 verse 128. ആകയാൽ അവിടുത്തെ സകല പ്രമാണങ്ങളും ഒത്തത് എന്ന് എണ്ണി ഞാൻ സകല വ്യാജമാർഗത്തെയും വെറുക്കുന്നു. ഇത് നിങ്ങളുടെ തീരുമാനമായിരിക്കട്ടെ. Therefore I hate every false way. എല്ലാത്തരം വ്യാജമാർഗത്തെയും ഞാൻ വെറുക്കുന്നു. ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നും നമുക്കിന്ന് എല്ലാ ദോഷങ്ങളെയും തിന്മകളെയും വ്യാജത്തെയും വളഞ്ഞ വഴികളെയും കള്ളങ്ങളെയും നമുക്ക് ദ്വേഷിക്കാം. ദൈവമേ, എനിക്കത് വേണ്ട, ഞാൻ അങ്ങയുടെ സത്യത്തിൽ നടക്കുവാൻ എല്ലായ്പ്പോഴും എന്ത് വില കൊടുത്തും സത്യസന്ധമായി നേരിൻ്റെ മാർഗത്തിൽ ക്രിസ്തു എൻ്റെ യജമാനായ കർത്താവായ യേശു ക്രിസ്തു സത്യമായതുകൊണ്ട് ദൈവമേ, അതേ സത്യത്തിൻ്റെ മാർഗത്തിൽ എത്ര നഷ്ടം സഹിച്ചാലും ആ സത്യത്തിൻ്റെ മാർഗത്തിൽ എന്നെ നടത്തണമേ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് മുമ്പോട്ട് ജീവിക്കാം. നമ്മുടെ ജീവിതം വളരെ അനുഗ്രഹമായിരിക്കും. അങ്ങനെ ചെയ്താൽ കർത്താവ് നമ്മെക്കുറിച്ച് സന്തോഷിക്കും. അവിടുത്തെ ഹൃദയത്തിന് ഒരു ദുഃഖവും നമ്മെക്കുറിച്ച് ഉണ്ടാവുകയില്ല. ദൈവം ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.